വോട്ട് കൊള്ളയ്ക്ക് തെളിവുമായി വീണ്ടും രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വെറുതെ വിട്ടില്ല. പ്രതിപക്ഷത്തിന് ലഭിക്കുന്ന വോട്ടുകൾ കാണുവാനില്ല. എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് KR. വോട്ട് കൊള്ളയ്ക്ക് 101% വരെ തെളിവുണ്ടെന്ന വാദവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ വോട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന ഗുരുതര ആരോപണങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് രാഹുൽ ആഞ്ഞടിച്ചത്. കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള വോട്ട് കൊള്ളയ്ക്കാണ് 101% തെളിവുമായി രാഹുൽ എത്തിയത്. മറ്റൊരു വ്യക്തിയുടെ പേരിൽ അജ്ഞാത ഫോണിൽ നിന്നും ലോഗിൻ ചെയ്താണ് പേര് നീക്കം ചെയ്യുകയോ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നത്. തട്ടിപ്പിനിരയായവരെ വേദിയിൽ എത്തിച്ചാണ് ഇത്തരമൊരു നീക്കം രാഹുൽ നടത്തിയതെന്നതും ഞെട്ടിച്ചിരിക്കുകയാണ്. കർണാടക പോലീസിന്റെ CID വിഭാഗം 18 മാസത്തിനിടെ 18 കത്തുകൾ അയച്ചാലും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിക്കുന്നില്ല എന്നതും ദുരൂഹമാണ്. വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരിൽ കൂടുതലും ദളിതരും പിന്നോക്ക വിഭാഗക്കാരുമാണ്. CID ആവശ്യപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരാഴ്ചക്കകം തരണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തരാതെ വന്നാൽ കമ്മീഷന്റെ കൂടുതൽ കാര്യങ്ങൾ വെളിവാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാഹുൽ. ഇതോടുകൂടി വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതായാണ് അറിയാൻ സാധിക്കുന്നത്. വോട്ട് കൊള്ളയിൽ രാഹുലിന് തെളിവായി അനവധി കാര്യങ്ങൾ ലഭിച്ചു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ട് കൊള്ള എന്നതിനെ വിടാതെ പിന്തുടരുകയാണ് അദ്ദേഹം. ഇതിനായി വിദഗ്ധ പഠനത്തിനും വിശദാംശങ്ങൾ അറിയുവാനും പ്രത്യേക അന്വേഷണ സംഘത്തെ സ്ഥിരമായി രാഹുലിന്റെ ഓഫീസ് നിയോഗിച്ചു കഴിഞ്ഞു. രാഹുലിന്റെ ആരോപണത്തിന് പിന്തുണ നൽകുന്നതിനായി ഒപ്പുശേഖരണവും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുലിന്റെ പിന്തുണയുമായി ശരത് പവാറും എത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇത്തരം പ്രവൃത്തി നടത്തിയത് അംഗീകരിക്കാനാവില്ലെന്നും ഇങ്ങനെ പോയാൽ രാജ്യം എത്ര കാലം ക്ഷമിക്കുമെന്നും NCP നേതാവ് ശരത് പവാർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ആരോപണം തെറ്റാണെന്ന പതിവ് ആവർത്തനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ളത്. കർണാടകയിലെ അനന്ത് നിയോജക മണ്ഡലത്തിൽ 6018 വോട്ടർമാരെ നീക്കാൻ ഓൺലൈൻ അപേക്ഷ കിട്ടിയിരുന്നെങ്കിലും 24 എണ്ണം മാത്രമാണ് അംഗീകരിച്ചതെന്ന വാദമാണ് കമ്മീഷൻ ഉന്നയിക്കുന്നത്. മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും തെളിവ് സഹിതം ആരോപണം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി വിവിധ കോണുകളിൽ നിന്നും നേതാക്കൾ എത്തുന്നുവെന്ന കാഴ്ച BJPയെ പ്രതിരോധത്തിലാക്കുന്നുണ്ടെന്നുള്ളത് കാണാതിരിക്കാനാവില്ല.